പാലാ നഗരസഭയിൽ വലിയ രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ UDF ഭരണത്തിന് തിരശ്ശീല വീണിരിക്കുകയാണ്. മുൻ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടത്തിനെതിരെ ഇടതുപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം വൻ ഭൂരിപക്ഷത്തോടെ പാസ്സായതോടെയാണ് നഗരസഭയിൽ ഭരണം മാറിയത്. സ്വന്തം മുന്നണിയിലെ പടലപ്പിണക്കങ്ങളും കൗൺസിലർമാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുമാണ് അവിശ്വാസ പ്രമേയത്തിലേക്ക് വഴി തുറന്നതും ഒടുവിൽ ഭരണം വീഴാൻ കാരണമായതും. UDFിന്റെ 5 കൗൺസിലർമാർ വിപ്പ് ലംഘിച്ച് LDF കൊണ്ടുവന്ന അവിശ്വാസത്തെ പിന്തുണച്ചതോടെയാണ് ദിയ പുളിക്കക്കണ്ടത്തിന് ചെയർപേഴ്സൺ സ്ഥാനം നഷ്ടമായത്. കോൺഗ്രസ് കൗൺസിലർമാരായ ലിസി കുട്ടി മാത്യു, ബിജു മാത്യൂസ്, ടോണി തൈപ്പറമ്പിൽ, രജിത പ്രകാശ് എന്നിവരും വിമതയായി വിജയിച്ച സ്വതന്ത്ര അംഗം മായ രാഹുലുമാണ് പാർട്ടി നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തി അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയത്. റിയ ചീരാംകുഴി, സെബാസ്റ്റ്യൻ പനക്കൽ എന്നീ കോൺഗ്രസ് അംഗങ്ങളും കേരള കോൺഗ്രസിന്റെ 3 അംഗങ്ങളും KDP പ്രതിനിധിയും യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. നഗരസഭയിൽ കേവല ഭൂരിപക്ഷമില്ലാതിരുന്ന സാഹചര്യത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി ജയിച്ച ബിനു പുളിക്കക്കണ്ടവും മകൾ ദിയ ബിനുവും ബിജു പുളിക്കക്കണ്ടവും നൽകിയ പിന്തുണയിലാണ് UDF ഭരണം പാലായിൽ പിടിച്ചെടുത്തത്. ഇതിന്റെ ഭാഗമായി 1ാം ഊഴത്തിൽ ദിയ ബിനുവിനെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കുകയായിരുന്നു. എന്നാൽ ദിയ ഉൾപ്പെടുന്ന സ്വതന്ത്ര കൂട്ടായ്മയുമായി ചേർന്ന് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്ന നിലപാടിലായിരുന്നു കോൺഗ്രസിലെ ഒരു വിഭാഗം കൗൺസിലർമാർ. ഭരണപക്ഷത്തിനുള്ളിലെ ആഭ്യന്തര പ്രതിസന്ധിയും വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും രൂക്ഷമായതോടെ വിഷയം മുതലെടുക്കാൻ LDF രംഗത്തിറങ്ങുകയും അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുകയുമായിരുന്നു. അവിശ്വാസ പ്രമേയം പാസ്സായതിനു പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിച്ച മുൻ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം കൗൺസിലിന്റെ ജനാധിപത്യപരമായ തീരുമാനത്തെ പൂർണ്ണമായി മാനിക്കുന്നുവെന്നും വിനയപൂർവ്വം സ്വീകരിക്കുന്നുവെന്നും വ്യക്തമാക്കി. പദവികൾ താൽക്കാലികമാണെന്നും എന്നാൽ മൂല്യങ്ങളും സത്യസന്ധതയും ശാശ്വതമാണെന്നും ദിയ ചൂണ്ടിക്കാട്ടി. തനിക്കെതിരെ അവിശ്വാസം കൊണ്ടുവന്നവർക്കോ അതിനെ പിന്തുണച്ചവർക്കോ വസ്തുതാപരമായ ഒരു ആരോപണം പോലും ഉന്നയിക്കാനോ തെളിയിക്കാനോ സാധിച്ചിട്ടില്ലെന്ന് ദിയ പറഞ്ഞു. അഴിമതി, പൊതുപണം ദുരുപയോഗം ചെയ്യൽ, കൈക്കൂലി, സ്വജനപക്ഷപാതം, സർക്കാർ ഉത്തരവുകളുടെ ലംഘനം, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയ യാതൊരുവിധ ആരോപണങ്ങളും തന്റെ ഭരണകാലയളവിനെതിരെ ഉണ്ടായിരുന്നില്ല എന്നതിൽ ഏറെ ആത്മാഭിമാനവും അഭിമാനവും ഉണ്ടെന്നും ദിയ വ്യക്തമാക്കി. ജനപ്രിയമായ തീരുമാനങ്ങളെക്കാൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനാണ് താൻ ശ്രമിച്ചതെന്നും അഴിമതിക്ക് വഴങ്ങുകയോ നിയമം ലംഘിക്കുകയോ ചെയ്തിട്ടില്ലെന്നും അവർ പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. കസേര നഷ്ടപ്പെട്ടെങ്കിലും താൻ പാലായിലെ ജനങ്ങൾക്കായി പൊതുരംഗത്ത് സജീവമായി തുടരുമെന്നും ദിയ പ്രഖ്യാപിച്ചു. ജനങ്ങൾ നൽകിയ വിശ്വാസം സംരക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ സ്ഥാനം ഒരു അധികാരമായിട്ടല്ല മറിച്ച് ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തമായിട്ടാണ് കണ്ടതെന്നും അവർ പറഞ്ഞു. നഗരസഭയിലെ ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും പിന്തുണച്ച സഹപ്രവർത്തകർക്കും നന്ദി അറിയിച്ച ദിയ നാടിന്റെ വികസനമാണ് പ്രധാനമെന്നും മൂല്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും ഉറപ്പിച്ചു പറയുന്നു. UDFിലെ കടുത്ത ആഭ്യന്തര ഭിന്നത വീണ്ടും മറനീക്കി പുറത്തു വന്നതോടെ പാലാ നഗരസഭയിലെ വരാനിരിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ ഏറെ നിർണായകമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.